കേരളത്തിലെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ നഗരത്തിന്റെ വടക്കുഭാഗത്ത് പാട്ടുരായ്ക്കൽ ഷൊർണൂർ റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഒരു കൈയിൽ വെണ്ണയും മറുകൈയിൽ ഓടക്കുഴലുമായി ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് പ്രധാന പ്രതിഷ്ഠ. തൊട്ടടുത്തായി എടത്തരികത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുവമ്പാടി കണ്ണനും എടത്തരികത്ത് ഭഗവതിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ബാലരൂപത്തിലുള്ള ഭദ്രകാളിയെയാണ് തിരുവമ്പാടി ഭഗവതിയായി ആരാധിക്കുന്നത്. പാറമേക്കാവ് ഭഗവതിയുടെ സഹോദരിയാണെന്നും വിശ്വാസം. ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ക്ഷേത്രമാണിത്. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. മറ്റൊന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള മടത്തിൽ വരവ് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പൂരം ആരംഭിക്കുന്നത്. കൂടാതെ പഞ്ചവാദ്യം, കുടമാറ്റം, വെടിക്കെട്ട് ഇവയിലെല്ലാം തിരുവമ്പാടി ക്ഷേത്രം മുഖ്യ പങ്ക് വഹിക്കുന്നു. കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യ കൊണ്ട് മനോഹരമാണ് തിരുവമ്പാടി ക്ഷേത്രം. യഥാർത്ഥ ക്ഷേത്രം 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും 18-ാം നൂറ്റാണ്ടിലെ കൊച്ചി ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജരാമവർമ്മയാണ് ക്ഷേത്രം പുതുക്കിപ്പണിതത്. പിന്നീട് പല കാലഘട്ടങ്ങളിലായി ക്ഷേത്രം പുതുക്കിപ്പണിതു. തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഇതൊരു ഭഗവതിക്കാവായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇവിടെ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതിന്റെ പിന്നിലെ കഥയിലേക്ക്. ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ ഈ നാട്ടിലെത്തുകയും അങ്ങനെ പട്ടാളത്തെ ഭയന്ന് എടക്കളത്തൂർ എന്ന സ്ഥലത്തു നിന്നും ശാന്തിക്കാരൻ എടുത്തുകൊണ്ട് ഓടിയ കൃഷ്ണവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ആദ്യ കാലഘട്ടത്തിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് തൃശൂരിലെ വടക്കേ അങ്ങാടിയിൽ കണ്ടൻകാവിലായിരുന്നു എന്നും അതല്ല കൃഷ്ണവിഗ്രഹം കറ്റാനപ്പുള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു എന്നും ഐതിഹ്യങ്ങളുണ്ട്. പിന്നീട് കാലം കടന്നുപോയപ്പോൾ തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ഭഗവതിയെ എടത്തരികത്തേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പരമ്പരാഗത വസ്ത്രധാരണ രീതി നിലവിലുണ്ട്. പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടും മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് സാരിയും പാവാടയും ചുരിദാറും ധരിക്കാം. ഭഗവതിയുടെ പ്രധാന ആഘോഷം ധനുമാസത്തിലെ വേലയും മേടത്തിലെ പൂരവുമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി, ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണ് തിരുവമ്പാടി കണ്ണന്റെ പ്രധാന ആഘോഷം. ക്ഷേത്രത്തിന്റെ പുറകുവശത്തായി പ്രത്യേക ക്ഷേത്രം പണിത് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശാസ്താവ്, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഹനുമാൻ, സുബ്രഹ്മണ്യൻ, നവഗ്രഹങ്ങൾ, ഖണ്ഡാകർണൻ, ഭൈരവൻ തുടങ്ങിയവരെ ഉപദേവതകളായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 4:30 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 8:30 വരെയും തുറന്നിരിക്കും. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.